വിനോബ സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് വിനോബാജിയുടെ അനുസ്മരണവും പ്രാർത്ഥനാ യോഗവും ആരംഭിക്കുകയാണ്. പ്രാർത്ഥന പാടുന്നതിന് വേണ്ടിയിട്ടായി വിനോബാനികേതനത്തിലെ കുട്ടികളെ ക്ഷണിച്ചുള്ളൂ. ഞങ്ങൾ
ആചാര്യ വിനോബ ഭാവയുടെ 42ാമത് സമാധി ദിനം വിനോബാനികേതനം ഒരു പ്രാർത്ഥനാ യോഗമായിട്ടാണ് ഇന്ന് ആചരിക്കാനായിട്ട് അനുസ്മരിക്കാനായിട്ടും തീരുമാനിച്ചിരിക്കുന്നു. ഇന്നേ ദിവസം വിനോബാനികേതനത്തിൻ്റെ എല്ലാമായിരുന്ന നമ്മുടെ അമ്മ പരിവ്രാജിക AK രാജമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വിനോബാനികേതനം പ്രസിഡന്റ് ശ്രീമതി ബിന്ദു രാജേന്ദ്രൻ അവരുകളെ നിങ്ങളുടെ ഏവരുടെയും ആശീർവാദത്തോടും അനുഗ്രഹത്തോടും വിനോബാനികേതനത്തിലേക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായി നമ്മുടെ വിനോബാനികേതൻ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനായി ഉത്തരവാദിത്വം ഏറ്റെടുത്ത BS ബാലേന്ദ്ര സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം BSSൻ്റെ നാഷണൽ ചെയർമാനും ഗാന്ധി വിനോബ ആശയങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനുമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ശ്രീമതി ജയ ശ്രീകുമാർ, ഭാരത് സേവക് സമാജിൻ്റെ ജനറൽ സെക്രട്ടറിയും പൊതുപ്രവർത്തകയും സേവന സന്നദ്ധമായി ജീവിതം അർപ്പിച്ച ജയ ശ്രീകുമാറിനെ വിനോബാനികേതനത്തിലെ ഈ സമാധി ദിനാചരണത്തിലേക്ക് സ്വാഗതം ചെയ്തു. വിനോബാനികേതനത്തിലെ വിനോബ UPSൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ശ്രീമതി സജി ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. വിനോബാനികേതൻ അഡ്വൈസറി കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ ബലവീര ഹരി ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തോളൂ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ MM ഹസൻ സാറിനെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹം ഓൺ ദി വേ ആണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഗാന്ധി വിനോബ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ഇങ്ങനെയുള്ള ചടങ്ങുകളിലേക്ക് സ്വയം അർപ്പിതമായിട്ട് എത്താമെന്ന് ഏറ്റൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും വിനോബാനികേതനത്തിലേക്കും ഈ യോഗത്തിലേക്കും സഹർഷം സ്വാഗതം ചെയ്തോളൂ. അധ്യക്ഷ പ്രസംഗത്തിന് ശ്രീമതി വിനോബാനികേതൻ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു രാജേന്ദ്രനെ ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിനോബ സമാധി ദിനാചരണവും അനുസ്മരണവും പ്രാർത്ഥനാ യോഗവും ആണ് ഇവിടെ നടക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് വിനോബ ആശയങ്ങൾ അതിനെ ഓർമ്മിക്കലാണല്ലോ നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ചെയ്യുന്നത്. ഇത്തരം ദിവസങ്ങൾ മാത്രമല്ല ഈ ആശയങ്ങൾക്ക് പ്രസക്തിയുള്ളത്. ഇത് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റ് ഇതിന് ഒരു പ്രത്യേകമായ ഒരു ഔട്ട് ഓഫ് കരിക്കുലം ഒരു തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് ഇപ്പോൾ ഈ UPS 5, 6, 7 ക്ലാസ്സുകളാണുള്ളത്. ഏറ്റവും കുട്ടികളുടെ സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു നല്ല പ്രായത്തിലാണ് അവരുള്ളത്. അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും വിനോബാനികേതൻ എന്ന ഈ ആശ്രമം ഇതിനോടനുബന്ധിച്ചുള്ള ആശയങ്ങളും നല്ല വ്യക്തിത്വം അവരിൽ വളർത്താൻ പറ്റിയ ഈ അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ബ്രാൻഡ്, അതായത് ഇപ്പോൾ ഇവർ വലുതായി ഒരു ഉദ്യോഗത്തിന് പോയാലോ മറ്റു കുടുംബങ്ങളിലേക്ക് അവർ പോയാലോ വിനോബാനികേതൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ക്വാളിറ്റി അത് കാണിക്കുകയും മറ്റുള്ളവർ ഇത് വിനോബാനികേതൻ സ്കൂളിലെ കുട്ടികളാണെന്ന് പറയത്തക്ക വിധം അവരുടെ ഒരു സ്വഭാവ രൂപീകരണം
അതിന് നമ്മൾ കൂട്ടായി ഇവിടെ ഒരു ശ്രമം നടത്തണം എന്ന് ഞാൻ നമ്മുടെ HM ഇവിടെ ഉണ്ട്, മാഡത്തിനോടും കൂടിയായിട്ടൊരു അഭ്യർത്ഥന. നമുക്കതിന് കൂട്ടായ പല കാര്യങ്ങളും ഔട്ട് ഓഫ് കരിക്കുലം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ അനുസ്മരണത്തോടനുബന്ധിച്ച് എനിക്ക് സ്കൂളിലെ മാനേജ്മെൻ്റ് എന്നുള്ള ഒരു രീതിയിൽ പറയാനുള്ളത്. അതുകൂടാതെ ഈ വിനോബ ഭാവെ എന്ന മഹത് വ്യക്തിയുടെ മഹത് ചിന്തകൾ, അതിനുവേണ്ടി ജീവിതം തന്നെ നല്ല രീതിയിൽ നല്ല സാമ്പത്തികവും വിദ്യാഭ്യാസത്തിലും ഔന്നത്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമായിട്ടും ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് സ്വജീവിതം ഒഴിഞ്ഞുവെച്ച പരിവ്രാജികയായി ശ്രീ AK രാജമ്മ എന്ന എല്ലാവരും വിളിക്കുന്ന അമ്മയുടെ ഈ ജീവിതം കൊണ്ട് അവർ നമ്മൾക്ക് മാതൃക കാട്ടിത്തന്ന ആ ഒരു ജീവിതം, അതിന് സാക്ഷാത്കാരം നമ്മളിലൂടെ വേണം എന്നും കൂടി അനുസ്മരിക്കുന്നു. ഇവിടെ പല പ്രവർത്തനങ്ങളും നിലച്ചുപോയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ പുതിയ ഒരു എക്സിക്യൂട്ടീവ് പല പുനരുദ്ധാരണം കൂടാതെ പുതിയ പ്രവർത്തനങ്ങളും ഈ കുഞ്ഞുങ്ങൾക്കും സ്കൂളിന് മാത്രമല്ല ഈ നാടിനും അതിനപ്പുറമായും ഒരു ഇൻ്റർനാഷണൽ എന്ന തലത്തിൽ തന്നെ നമ്മൾക്ക് വളർത്താൻ പറ്റുന്ന പല പ്രോജക്ട്സും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വിനോബ നികേതനിൽ അമ്മ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടാണ് അമ്മ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അതിനൊരു പ്ലാറ്റ്ഫോം ഓൾറെഡി അമ്മയുടെ ജീവിതം കൊണ്ട് തന്നെ അമ്മ നമുക്ക് കാഴ്ചവെച്ചിട്ടാണ് പോയത്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നാൽ ഇതിൻ്റെ അഡ്വൈസറി കമ്മിറ്റിയിലെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ശ്രീ BS ബാലചന്ദ്രൻ സാർ, അദ്ദേഹം BSS എന്ന മഹാപ്രസ്ഥാനം നിങ്ങൾ പലർക്കും അറിയാം, അറിഞ്ഞൂടാത്തവർക്കും കൂടി വേണ്ടി പറയാനാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ജനപങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമാണ് ഒരു ഭാരത് സേവക് സമാജ് ഉണ്ടായത്. നാള് കഴിഞ്ഞപ്പോൾ റോഡ്, കനാല് വികസന പദ്ധതികളെല്ലാം ആയി കഴിഞ്ഞപ്പോൾ നാമമാത്രമായി സ്ഥാപനം ചുരുങ്ങിയ ഒരു കാലയളവിൽ അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിനെ ഇന്ന് ഈ പ്രശസ്തിയിലേക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലേക്കും ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി അതിനെ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വവും ഉപദേശക സമിതിയിൽ ഉപദേശങ്ങളും കൊണ്ട് ഈ വിനോബ നികേതനിലെ പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കും. ഒപ്പം അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ബാബുരാജ് സാറും ഇവിടുത്തെ അമ്മയുടെ മക്കളായി വളർന്ന ശ്രീ രാമഹരിയും ശ്രീ ബലവീരഹരിയും പോലുള്ള മഹത് വ്യക്തിത്വങ്ങളും ഉള്ളപ്പോൾ അടുത്ത വിനോബ നികേതൻ്റെ സ്മൃതി വളരെ സമൃദ്ധിയോടെ നമുക്കിവിടെ ആചരിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട്. ഒപ്പം തന്നെ MM ഹസൻ സാറ്, അദ്ദേഹത്തെയാണ് നമ്മളിവിടെ ആദ്യമായി ഈ നമ്മുടെ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഇവിടുത്തെ ഈ ഒരു രാമൻ പറഞ്ഞതുപോലെ തന്നെ സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ച് വരാൻ താല്പര്യമുള്ള വ്യക്തി. ഇന്ന് ഈ താമസം ഉണ്ടായത് തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അദ്ദേഹത്തിന് നിസ്കാരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നിന്നും താമസിച്ചത്. അപ്പോൾ ദൈവികമായ ഒരു കാര്യത്തിന് വേണ്ടി താമസിച്ച ഇതിന് അതിൻ്റെ ഒരു പുണ്യം നമ്മുടെ ഈ സ്കൂളിലും കുഞ്ഞുങ്ങൾക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ കറകളഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ, അഴിമതിരഹിതനായ ഒരു പൊതുപ്രവർത്തകൻ ഇവിടെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വീക്ഷിക്കുമ്പോൾ നമ്മൾക്കും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയും ഉണ്ട്. എന്തായാലും വിനോബ നികേതൻ എന്നു വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച അമ്മയുടെ ആശയങ്ങളും ഈ പ്രവർത്തനങ്ങളും നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഭൂരിപക്ഷം പേരും വിനോബ നികേതൻ്റെ അംഗത്വം സ്വീകരിച്ചവരും കൂടിയാണ്. അപ്പം നമ്മളിലൂടെയും ഈ ആശയപ്രചരണം പുറത്തേക്ക് പോകണം. ഈ സ്ഥാപനം പലതിലും പഴയതിലും ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം ആ പുണ്യാത്മാക്കളുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അടുത്തതായി വിനോബ അനുസ്മരണം നടത്തുവാനായി വിനോബ നികേതൻ UPS സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി സജി മാഡത്തെ ശ്രേണിച്ചോളുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് മാഡം പറഞ്ഞു. ഇപ്പോൾ ഇന്നാണ് ഞാനും ആദ്യമായിട്ട് മാഡത്തെ കാണുന്നത്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. പിന്നെ മാഡമാണ് നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ സ്കൂൾ മാനേജർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ,
പ്രിയമുള്ള കുട്ടികളെ. അപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വിനോബാജിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം ഇടയ്ക്കൊക്കെ പല ചെറിയ പരിപാടികളും നമ്മൾ നടത്തുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തായാലും നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ വിനോബാജി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അല്ലേ? ആരാ വിനോബാജി? നമ്മുടെ സ്കൂളിൻ്റെ നാമധേയം തന്നെ വിനോബാ നികേതൻ സ്കൂൾ എന്നാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഏക ഒരു സ്ഥാപനമാണ് നമ്മുടെ വിനോബാ നികേതൻ. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ രാഷ്ട്രപിതാവിനെ അറിയാം അല്ലേ? അപ്പോൾ ഗാന്ധിജിയുടെ പ്രിയ ശിഷ്യനായിരുന്നു ആര്? വിനോബാജി. അപ്പോൾ വിനോബാജിയുടെ പ്രിയ ശിഷ്യയായിരുന്നു നമ്മുടെ എല്ലാമായിരുന്ന നമ്മുടെ ആശ്രമത്തിലെ അമ്മ. അപ്പോൾ അതെല്ലാവർക്കും ഇത്രയും കാര്യം നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ വിനോബാജിയെക്കുറിച്ച് ആ പേര് തന്നെ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അല്ലേ? ഭൂദാന പ്രസ്ഥാനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ 5ലെ കുട്ടികൾക്ക് കൂടി ആ ഭൂദാന പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പോൾ ഭൂദാന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഭൂമി എന്ത് ചെയ്യുക? ദാനമായിട്ട് കൊടുക്കുക. അപ്പോൾ അദ്ദേഹം നമ്മുടെ വിനോബാജി അദ്ദേഹത്തിൻ്റെ പഠന കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് നിരീക്ഷിച്ചു. ആ സമയത്ത് അനേകം പാവപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് കഴിക്കാനോ അതുപോലെ വസിക്കാനോ ഒരു പാർപ്പിടമോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആലോചിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഈ ഭൂദാന പ്രസ്ഥാനം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പോച്ചമ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു രാമചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഒരു ഭൂ ഉടമയെ കണ്ടെത്തി. അപ്പോൾ അവിടെ കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊരു 80 ഏക്കർ സ്ഥലം അദ്ദേഹത്തിന് വേണം, ഈ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് അത്രയും വേണ്ടി വരും എന്ന ഈ ഉടമയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി 100 ഏക്കർ ഭൂമി കൊടുത്തു. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതും അത് വൻ വിജയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇനി ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ ഭൂമി ഇതുപോലെ വാങ്ങിക്കൊടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറക്കുകയും അദ്ദേഹം നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും സഞ്ചരിക്കുകയും അങ്ങനെ അവസാനം എവിടെ എത്തി? നമ്മുടെ കേരളത്തിലെത്തി. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഇത് തുടങ്ങുന്നത് 1951 ഈ യാത്ര തുടങ്ങുന്നത്. ഏതാണ്ട് 14 വർഷം അദ്ദേഹം യാത്ര ചെയ്തു. അങ്ങനെ അവസാനം 1957 നമ്മുടെ വിനോബാ നികേതൻ സ്ഥാപനത്തിലെത്തി. അങ്ങനെ അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും അദ്ദേഹം നട്ട മാവിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം അല്ലേ? അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഈ ചുറ്റുമൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഭൂദാന പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ 7ാം ക്ലാസ്സിലൊക്കെ കുറേ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെയുള്ള ഒരു ഈ ഭൂദാന പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും മറ്റുള്ള ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇന്നും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നു അല്ലേ? ഇങ്ങനെ ഒരു നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണം നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഈ ദിനത്തിൽ, ഇന്നത്തെ തീയതി നിങ്ങൾക്കറിയാമല്ലേ, നവംബർ 15, ഈ ദിനത്തിലെങ്കിലും അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യവും ശാന്തി തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിലെ സീനിയർ അധ്യാപകനായ ഹണികുമാർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ വേദിയിലെ അധ്യക്ഷൻ, നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, പിന്നെ BSSൻ്റെ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുജനങ്ങളെ, ഇപ്പോൾ നമ്മുടെ HM വിനോബാ ഭാവയെക്കുറിച്ച് സംസാരിച്ചു. നമ്മൾ രാജ്യം, ഇന്ത്യ, പ്രധാനപ്പെട്ട 2 വ്യക്തികളെയാണ് നമ്മുടെ ലോകത്തിന് മുന്നിൽ വച്ചിട്ടുള്ളത്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെയും ഒരുപാട് പണ്ഡിതന്മാരെയും സാഹിത്യകാരന്മാരെയൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും
ഗാന്ധിജിയും വിനോബയും എന്ന് പറയുന്ന രണ്ട് പ്രമുഖരായ വ്യക്തികളെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇന്ത്യയാണ്. ഈ രണ്ടുപേരുടെ പേര് മാത്രം പ്രത്യേകം പറയാൻ കാരണം, കാലങ്ങൾ എത്ര കഴിഞ്ഞാലും, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ മഹത് വ്യക്തികൾ അന്ന് മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഓരോ വർഷം കഴിയും തോറും തിളക്കമാർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് അതിനുള്ളത്. അവരന്ന് മുന്നോട്ട് വെച്ച അവരുടെ രീതികളും ആശയങ്ങളും പ്രവർത്തനങ്ങളും ഇന്ന് പൊതുസമൂഹം അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയുമാണ് കാണുന്നത്. കാരണം അവരന്ന് ചെയ്ത കാര്യങ്ങൾ അന്ന് എങ്ങനെയാണ് ചെയ്തത്, അവർക്കിത് എങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് അത്ഭുതത്തോടെ ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തത്. അതിലൊന്ന് ഗാന്ധിജിയാണ്. ഗാന്ധിജി മുന്നോട്ട് വച്ച ആശയങ്ങൾ സത്യാഗ്രഹവും അഹിംസയും എന്ന് പറയുന്ന രണ്ട് സമരരീതികൾ ഇന്നും ലോകം അത്ഭുതത്തോടെയാണ് കാണുന്നത്. എങ്ങനെയാണ് വാളെടുക്കാതെ, രക്തം ചിന്താതെ, അക്രമത്തിലൂടെ അല്ലാതെ ഒരു സമരം, ഒരു രാജ്യത്തിൻ്റെ സമരം നയിച്ച് ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇവിടുന്ന് പുറത്താക്കാൻ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഈ ഗാന്ധിജിക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? അല്പവസ്ത്രധാരിയായ ഗാന്ധിജിക്ക് ഈ രണ്ട് ചെറിയ സമര രീതികൾ കൊണ്ട് എങ്ങനെയാണ് സാധിച്ചതെന്ന് ഇന്നും ലോകം അത്ഭുതത്തോടെ കാണുന്നുണ്ട്. കാരണം ലോകത്തിൽ പലയിടത്തും ഭരണമാറ്റങ്ങളോ സ്വാതന്ത്ര്യങ്ങളോ നേടിയത് വിപ്ലവത്തിലൂടെയും സമരങ്ങളിലൂടെയാണ്. പക്ഷെ അദ്ദേഹം അതല്ല. ഒരു രീതിയിലുള്ള രക്തം ചിന്താതെ, അക്രമം നടത്താതെ, സമാധാന മാർഗത്തിലൂടെ അഹിംസയും സത്യാഗ്രഹവും എന്ന് പറയുന്ന പുതിയ രണ്ട് സമരരീതികൾ പരിചയപ്പെടുത്തിയ ആളാണ് ഗാന്ധിജി. ഇന്നും ലോകം ഗാന്ധിജിയെ ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ മഹത്വം കൂടിക്കൂടി വരികയാണ്. അതുപോലെയാണ് വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ആത്മീയ ശിഷ്യൻ എന്നറിയപ്പെടുന്ന വിനോബ ഭാവെ. ആ പേരിൽ തന്നെ ഉണ്ട് ഗാന്ധിജിയെ അതുപോലെ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ അതുപോലെ തൻ്റെ മനസ്സിൽ സ്വാംശിച്ച് ജീവിതത്തോട് ചേർത്ത് പിടിച്ച വ്യക്തിയാണ് വിനോബ ഭാവെ. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് നേരത്തെ ടീച്ചർ പറഞ്ഞത്, ഭൂദാന പ്രസ്ഥാനം. സ്വാതന്ത്ര്യത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ മൊത്തത്തിലുള്ളൊരു അവസ്ഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ സയൻസിൽ, അല്ലേ? ഭൂമിയില്ലാത്ത, സ്വന്തമായി ഭൂമിയില്ലാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ ഭൂമി മുഴുവനും അന്ന് ഭരിക്കുന്ന രാജാക്കന്മാരിലോ നാടുവാഴികളിലോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കൈവശമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് സ്വന്തമായി ഭൂമി കൈവശം വയ്ക്കാനുള്ള അവകാശമില്ല. നിങ്ങളത് കേൾക്കുമ്പോൾ ഇപ്പോൾ അത്ഭുതം തോന്നും. കാരണം അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ വളരെ കഷ്ടപ്പെട്ട, വളരെ ദയനീയമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ലോകത്ത്, നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായി താഴ്ന്ന ജാതിക്കാരനായ ഒരാൾക്ക് കുറച്ച് പണം കൂടുതലുണ്ട്, എനിക്ക് കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പണമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സ്വന്തമായി ഭൂമി വാങ്ങിക്കാനോ സ്വന്തമാക്കാനോ ഉള്ള അവകാശം അന്നത്തെ നിയമമനുസരിച്ച് ഇല്ലായിരുന്നു. അവരെല്ലാവരും ഈ ജന്മിമാരുടെയോ ഈ ഭൂ ഉടമകളുടെയോ അടിമകളായി ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും ജന്മി പറയുന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഭൂ ഉടമ പറയുന്നതിനപ്പുറത്തേക്ക് ഈ താഴ്ന്ന ജാതിക്കാരായ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും താഴ്ന്ന ജാതിക്കാർ വളരെ ദയനീയമായ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടിയ ഒരു കാലഘട്ടം ഇന്ത്യയിലുണ്ടായിരുന്നു. ഈ സമയത്താണ് വിനോബ ഭാവെ ഗാന്ധിജിയുടെ ശിഷ്യനായി ഈ ഗ്രാമങ്ങളിലൂടെ നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കാരണം ഗാന്ധിജിയുടെയും വിനോബയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ സമൂഹത്തിൽ പ്രവർത്തിക്കുകയും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് AC ബസ്സിലോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളിലോ ഒന്നുമല്ല. അവർ ഗ്രാമങ്ങളിലൂടെ നടന്ന്, ഗ്രാമങ്ങൾ സന്ദർശിച്ച്, പാവപ്പെട്ട ആളുകളെ സന്ദർശിച്ച് അവരോട് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗാന്ധിജിയോടൊപ്പമുള്ള വിനോബ ഭാവെയുടെ സമയങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ചെലവഴിച്ച സമയങ്ങൾ, അദ്ദേഹം നമ്മുടെ രാജ്യത്തുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഗാന്ധിജി വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത് ശരിയാണ്. പക്ഷെ വിനോബ ഭാവെ അപ്പോഴ് സ്വാതന്ത്ര്യത്തിന് ശേഷം വിനോബ ഭാവെ ചിന്തിച്ചെന്താണ്? ഈ ഭൂമിയില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? ഈ ഭൂമിയില്ലാത്ത ആളുകൾക്ക് സ്വന്തമായി ഭൂമി കൊടുത്താൽ അവരുടെ ജീവിതം മെച്ചപ്പെടും, അവർക്ക് വരുമാനമുണ്ടാവും, അവർക്ക് വിദ്യാഭ്യാസം കിട്ടും, അവർക്ക് നല്ല ആരോഗ്യ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റും, മക്കളെ നല്ലപോലെ നോക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയാൽ പറ്റും. ആ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? സ്വന്തമായി ഭൂമി വേണം.
അപ്പോൾ ഭൂമിയെല്ലാം വലിയ വലിയ ജന്മിമാരുടെ കയ്യിലാണ്. ഓരോ ജന്മിയുടെ കയ്യിലും 500-1000 ഏക്കർ ഭൂമിയാണ് ഈ ദക്ഷിണേന്ത്യയിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ, കേരളം ഒഴിച്ചുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഓരോ ജന്മിയുടെ കയ്യിൽ 500-1000 ഏക്കറാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ന് 1-2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവൻ വലിയ ആളാണ് അല്ലേ, അവൻ നല്ല ഭൂ ഉടമയാണെന്നൊക്കെ പറയും. പക്ഷെ അവിടെ 500-1000 ഏക്കർ സ്ഥലമാണ് ഒരു ജന്മിയുടെ കയ്യിലുള്ളത്. അതിൽ കുറച്ച് സ്ഥലത്ത് മാത്രം കാര്യങ്ങൾ ചെയ്യും, ബാക്കിയുള്ളത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പം ഈ വിനോബ ഭാവെ എന്ത് ചെയ്തു? ഈ ജന്മിമാരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ എന്നെ മകനായി കരുതണം, എന്നെ നിങ്ങൾ മകനായി കരുതിക്കൊണ്ട് എനിക്ക് കുറച്ച് ഭൂമി ദാനമായി തരണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന രീതികളും, അദ്ദേഹം അന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണല്ലോ, ഗാന്ധിജിയുടെ അരിമ ശിഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജന്മിമാരെ അയാൾക്ക് 500-50-100 ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുത്തു. വിനോബ ഭാവെ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ അവിടെ ഗ്രാമത്തിലുള്ള ഭൂമിയില്ലാത്ത ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ തന്ന ഭൂമിയിൽ നിന്നും കുറേശ്ശെ ഭൂമികൾ പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ സ്വന്തമാക്കാൻ കൊടുക്കുമായിരുന്നു. ആ ഭൂമിയിലാണ് ഈ പാവപ്പെട്ട ആളുകൾ കൃഷി ചെയ്ത് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തിയത്. വാസ്തവത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു 14-15 വർഷമാണ് അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുവെങ്കിലും ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ് സാധാരണക്കാരായ ആളുകൾക്ക് സൗജന്യമായി നൽകാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീച്ചറുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഗ്രാമഗ്രാമാന്തരം നടന്ന് ഓരോ ജന്മിമാരുടെയും വീടുകൾ സന്ദർശിച്ച് അദ്ദേഹത്തിനെ മകനായി കരുതി ഭൂമി ദാനമായി വാങ്ങിച്ച് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്തു. ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ് വിനോബ ഭാവെ ഇത്തരം ഈ രീതിയിലൂടെ അല്ലെങ്കിൽ ഭൂദാന പ്രസ്ഥാനത്തിലൂടെ പാവങ്ങൾക്ക് സൗജന്യമായി നൽകിയത്. അപ്പോൾ ഇതൊരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത്ഭുതം തോന്നും. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നടക്കുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും അല്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകം ഇന്നും അത്ഭുതത്തോടെ നോക്കുന്ന പല സമര രീതികളും അല്ലെ പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രാജ്യത്തിൻ്റെ ജനതയായി ജീവിക്കുന്നതിൽ അഭിമാനിക്കാം. അമ്മയുടെ കൂടെ, പരിവ്രാജിക അമ്മയുടെ കൂടെ ഏകദേശം 20 ദിവസക്കാലം പല ആശ്രമങ്ങളിലും സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു നിമിഷങ്ങളായിട്ട് ഞാൻ കാണുന്നു. അതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും അത് മറ്റൊരു അവസരത്തിൽ പറയാമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ആമുഖ പ്രഭാഷണത്തിനായി വിനോബ നികേതൻ അഡ്വൈസറി കൗൺസിൽ ചെയർമാൻ ശ്രീ BS ബാലചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. വാസ്തവത്തിൽ 2:30 എത്തേണ്ടതായിരുന്നു. കുഞ്ഞുങ്ങളിവിടെ കാത്തിരിക്കുകയാണ്, സമയം വൈകുന്നു എന്നൊക്കെ ഇവിടെ നിന്നും നിരവധി ഫോൺ വിളികൾ വന്നത്. പക്ഷേ വന്ന വഴിയിലെ മാർഗതടസ്സം ഇവിടേക്ക് എത്തിച്ചേരാൻ 1 മണിക്കൂർ വൈകിച്ചു. ഇന്ന് ആചാര്യ വിനോബ ഭാവെയുടെ സ്മൃതി ദിനമാണ്. നാം എന്തുകൊണ്ടാണ് ആചാര്യനെ സ്മരിക്കുന്നത്? ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അടക്കം വിനോബ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്ന ഒരു കാര്യം ജയ് ജഗത്ത് എന്നാണ്. നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത്? ജയ് ജഗത്ത്. സാധാരണ നാം ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്നൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വിനോബ നികേതനുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ ആൾക്കാർ, വിനോബ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ജയ് ജഗത്ത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ജയ് ജഗത്ത് എന്ന് പറയുന്നത്? ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ജയ് ജഗത്ത്. ഞാൻ നാളെ അല്ലെങ്കിൽ അടുത്ത് നിങ്ങളോട് ഇവിടെ വരുന്ന സമയത്ത് ചോദിക്കും ജയ് ജഗത്ത് എന്താണെന്ന് ചോദിക്കും. ഇപ്പം ജയ് ജഗത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ തന്നെ
ജയാരവമാണ് മുഴക്കുന്നത്. ലോകത്തിൻ്റെ, ഈ ജഗത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ ജയത്തിനായിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ലോകം ജയിക്കട്ടെ, ജയ് ജഗത്ത് ജയിക്കട്ടെ എന്നാണ്. ലോകം ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ലോകർ ജയിക്കട്ടെ എന്നാണ്. ലോകർ ജയിക്കട്ടെ എന്ന് വെച്ചാൽ ലോകത്തെ എല്ലാ സചേതനവും അചേതനവുമായ വസ്തുക്കൾ ഉൾക്കൊള്ളുന്നതാണ് ലോകം എന്നാണ് നാം കരുതുന്നത്. വാസ്തവത്തിൽ നാം സാധാരണ നിലയിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കും സചേതനവും അചേതനവുമില്ല, സചേതനവും അചേതനവുമുണ്ട് എന്ന് നാം പഠിക്കാറുണ്ട്. പക്ഷേ ജയ് ജഗത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അചേതനമായ ഒരു വസ്തുവില്ല, എല്ലാം സചേതനമാണ്, എല്ലാം ജീവനുള്ള വസ്തുക്കളാണ്. എല്ലാത്തിൻ്റെയും പരമാണു എന്ന് പറയുന്നത്, പരമാണു ഏത് വസ്തു എടുത്താലും അത് പരമാണു, ഏറ്റവും വലിയ പാർട്ടിക്കിൾ, ഏറ്റവും അടിത്തട്ടിലെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ജീവനുള്ളതാണ്. ആ പാർട്ടിക്കിൾ മറ്റുള്ള ഒരു പാർട്ടിക്കിളുമായി ഒത്തുചേരുന്നതാണ്. അത് ഇരുമ്പിലായാലും ഉരുക്കിലായാലും വജ്രത്തിലായാലും ഏതിലായാലും പാർട്ടിക്കിൾ, ഏറ്റവും പരമമായ പാർട്ടിക്കിൾ മറ്റൊന്നുമായി ചേരുന്നതാണ്. അപ്പോ സചേതനമാണ് എല്ലാം. സചേതനമായ എന്തിൻ്റെയും ജയം, ഈ ലോകത്തിൻ്റെ ജയം. ലോകം നശിക്കാതെ നോക്കണം, ലോകത്തിൻ്റെ നന്മയ്ക്കായി നിലകൊള്ളണം. ലോകത്തെ മുഴുവൻ ആളുകളുടെയും മുഴുവൻ ജീവജാലങ്ങളുടെയും ഉയർച്ച, നന്മ, വളർച്ചയാണ് സ്വപ്നം കാണുന്നത്. അതാണ് വിനോബ നികേതൻ്റെയും വിനോബ പ്രസ്ഥാനങ്ങളുടെയും ആശയവും ആഗ്രഹവും. പ്രപഞ്ചനീതി, പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ പാടില്ല, പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല, ഒന്നിനെയും നശിപ്പിക്കാൻ പാടില്ല, എല്ലാത്തിനെയും സംരക്ഷിക്കണം, എല്ലായിടത്തും സ്നേഹത്തോടെ പെരുമാറണം. ഒന്ന് മറ്റൊന്നിനുമേൽ ആധിപത്യം സ്ഥാപിക്കരുത്. എല്ലാവർക്കും പ്രപഞ്ചത്തിൽ പ്രപഞ്ചനീതി എന്ന് പറയുന്ന തുല്യമായ അവകാശമാണ്, തുല്യമായ അവസരമാണ്. ആ ചിന്തയുടെ അടിസ്ഥാനമാണ് ജയ് ജഗത്. ആ ജയ് ജഗത് എന്ന ആപ്തവാക്യം നമുക്ക് പകർന്നു തന്നത് ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവയെ പകർന്നു തന്ന ആപ്തവാക്യം, മന്ത്രം ജയ് ജഗത്. ആ ജയ് ജഗത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം. നിങ്ങൾ ലോകത്ത് പല നിലകളിൽ എത്തിച്ചേരുന്ന ആളുകളാണ്. മറ്റേത് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും വിനോബ നികേതനിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ജയ് ജഗത് എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട ഒരു വിദ്യാലയത്തിൽ, ഒരു സംസ്കാരത്തിൽ, ഒരു പാരമ്പര്യത്തിൽ വളർന്ന ആളാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ധരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വികാസം വർദ്ധിക്കും. ഇടുങ്ങിയ ചിന്തകൾ അല്ല, ഉയർന്ന ചിന്തകൾ, ഒന്നിച്ചു നിൽക്കുവാനും ഒന്നിച്ച് പ്രപഞ്ചനീതിയെക്കുറിച്ച് ചിന്തിക്കുവാനും കഴിയുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിട്ടാണ് വിനോബ നികേതനിൽ നിന്ന് പഠിച്ചിറങ്ങുക. ആ വിനോബ നികേതൻ്റെ കാരണക്കാരനായ വിനോബ ഭാവെയുടെ സ്മരണാദിനമാണ്. എന്താണ് ഭാവയിൽ കണ്ട പ്രത്യേകത? വിനോബ ഭാവയിൽ കണ്ട പ്രത്യേകത പ്രതിബദ്ധത, ഡിറ്റർമിനേഷൻ, പ്രതിബദ്ധത. ഒരു കാര്യം ചെയ്യുന്നതിൽ ഉണ്ടായിരുന്ന ആത്മാർത്ഥത, ഡിറ്റർമിനേഷൻ, പ്രതിബദ്ധത, 100% സമർപ്പിതമായ ഒരു സംസ്കാരമാണ് വിനോബ ഭാവെ പൊതുസമൂഹത്തിന് പകർന്നു നൽകിയത്. അത് ഏറ്റുവാങ്ങിയ തപസ്വിനിയായിരുന്നു നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകയായ
പരിവ്രാജിക രാജമ്മ, AK രാജമ്മ എന്ന് പറയുന്ന അമ്മ വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയതിനു ശേഷം രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് സ്വന്തം ജീവിതം സമൂഹത്തിന് നന്മ ചെയ്യുവാൻ വേണ്ടി സമർപ്പിച്ച ഒരു മഹത് പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് പരിവ്രാജി AK രാജമ്മ. വിനോബ ഭാവയിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രതിബദ്ധതയുടെ പ്രതീകമായി നമ്മുടെ മുന്നിൽ ജീവിച്ച, വളരെ എളിമയായ ജീവിതം നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന ആ അമ്മയെ സ്മരിക്കുന്ന ഒരവസരം കൂടിയാണ് ഇന്ന്. കാരണം വിനോബ ഭാവയെ സ്മരിക്കുമ്പോൾ ഈ സ്മരണാദിനത്തിൽ അമ്മയെ സ്മരിക്കാതെ നമുക്ക് ഈ സ്കൂളിലെ ആൾക്കാർക്ക് മാറി നടക്കാനാവില്ല. ഈ ദിനം നമ്മുടെ മനസ്സിൽ പ്രതിബദ്ധതയുടെ ദിനമായി എന്നും എന്നും നിറഞ്ഞു നിൽക്കും. മറ്റൊരു കാര്യം, നമുക്ക് ഈ വിദ്യാലയത്തെ, വിനോബാനികേതൻ വിദ്യാലയത്തെ രാജ്യത്തെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാക്കി ഇതിനെ മാറ്റണം. ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാക്കി വിനോബാനികേതൻ വിദ്യാലയത്തെ മാറ്റിയെടുക്കണം. ഇവിടെ പഠിക്കുന്നവർ മാതൃകാ വിദ്യാർത്ഥികളും പഠിപ്പിക്കുന്നവർ മാതൃകാ അധ്യാപകരും സ്കൂളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ എന്നുമെന്നും ആൾക്കാർക്ക് സ്മരിക്കാൻ കഴിയുന്ന നിലയിലുള്ള വിദ്യാഭ്യാസ വ്യാപന പ്രവർത്തനങ്ങളുടെ പഠനത്തിൻ്റെ, പഠിപ്പിക്കലിൻ്റെ പ്രതീകങ്ങളായി നിലകൊള്ളുന്ന ഒരു സംസ്കാരം നമുക്ക് ഈ ദിനത്തിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിർവഹിക്കാം എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ സ്മരണാദിനത്തിൽ ഈ വൈകിയ അവസരത്തിൽ നിങ്ങളെ ഇവിടെ വന്ന് കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും കഴിഞ്ഞു. അതിലേറെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ MM ഹസൻ, അദ്ദേഹം ഈ സ്ഥാപനത്തിൽ മുൻപും ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ്. അമ്മയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ആണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജഗത്. ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി വിശിഷ്ടാതിഥി ശ്രീ MM സാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ ബഹുമാന്യായ അധ്യക്ഷ ശ്രീമതി ബിന്ദു രാജേന്ദ്രൻ, വിനോബ നികേതൻ്റെ അഡ്വൈസറി കൗൺസിൽ ചെയർമാനും BSSൻ്റെ ദേശീയ ചെയർമാനുമായ ശ്രീ BS ബാലചന്ദ്രൻ, അഡ്വൈസറി കൗൺസിൽ സെക്രട്ടറി ശ്രീ KG ബാബുരാജ്, ശ്രീമതി ജയ ശ്രീകുമാർ, വിനോബ നികേതൻ UPSൻ്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി സജി, ശ്രീ രാമഹരി, ശ്രീ ബലവീരഹരി, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ, മഹാനായ വിനോബ ഭാവയുടെ സമാധി ദിനാചരണവും അനുസ്മരണവും പ്രാർത്ഥനാ യോഗവുമാണ്. ശ്രീ ബാലചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് വൈകാതെ ഇവിടെ എത്താൻ ഞങ്ങൾ ശ്രമിച്ചതാണ്. അതുകൊണ്ട് വൈകിപ്പോയതിന് ആദ്യം കുട്ടികളോടൊരു ക്ഷമാപണം നടത്തുകയാണ്. ഞങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമായിരുന്നു ഇവിടെ എത്തിച്ചേരാനുള്ള വഴികളുടെ ഒരു ശോചനീയാവസ്ഥയും ഗതാഗത തടസ്സവും കൊണ്ട് സംഭവിച്ചതാണ്. വിനോബ ഭാവയെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്ന നിലയ്ക്ക് വിനോബ ഭാവെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെ തന്നെ വലിയൊരു വിപ്ലവം നമ്മുടെ രാജ്യത്ത് നടന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഭൂദാൻ പ്രസ്ഥാനം മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ ശിഷ്യനാണ്.
വിനോബാ ഭാവെ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ വളരെ ദൂരം കൂടുതൽ കൂടുതൽ പഠിക്കും, മനസ്സിലാക്കും. അദ്ദേഹം ശ്രീ ബാലേന്ദ്രൻ പറഞ്ഞതുപോലെ രാജ്യമൊട്ടുക്ക് സഞ്ചരിച്ച്, കാൽനടയായി സഞ്ചരിച്ച് വലിയ ഭൂപ്രമുഖന്മാരിൽ നിന്ന് ഭൂദാനം നേടി വീടില്ലാത്ത പാവപ്പെട്ട കുടികിടക്കാൻ അവകാശമില്ലാത്ത ആളുകൾക്ക് ഭൂമി നൽകിയ ഒരു മഹാവ്യക്തിയാണ്. ലക്ഷക്കണക്കിന് ഏക്കർ, അല്ലേ, 45 ലക്ഷത്തോളം ഏക്കർ അദ്ദേഹം ഭൂമി തെലുങ്കാനയിൽ നിന്ന് തുടങ്ങിയത് ഇന്ത്യ ഒട്ടാകെ. മഹാത്മാഗാന്ധിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ അവിടെ പോയ നമ്മുടെ ഇതിൻ്റെ സ്ഥാപകയായിട്ടുള്ള പരിവ്രാജ്യ ശ്രീമതി AK രാജമ്മ വാസ്തവത്തിൽ അവിടെ പോയപ്പോൾ അവർക്ക് കൂടുതൽ ബന്ധപ്പെടാൻ കഴിഞ്ഞത് ഗാന്ധി വധം നടന്ന ദിവസം, അതിനടുത്ത ദിവസമാണ് അവരവിടെ എത്തുന്നത്. മഹാത്മാഗാന്ധിയെ കാണാൻ അവർക്ക് അവസരം ഉണ്ടായില്ല. അങ്ങനെയാണ് വിനോബാജിയുടെ ശിഷ്യയായി സഹപ്രവർത്തകയായി അവർ ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കുന്നു. ഇത് വളരെ പാവപ്പെട്ടവര്, ആദിവാസികൾ, ഗിരിവർഗക്കാരൊക്കെ ധാരാളം താമസിക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ ഈ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഈ സ്ഥലം അവർക്ക് നൽകിയത്. ഇവിടെ സ്കൂളും അതുപോലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ശ്രീ ബാലേന്ദ്രൻ പറഞ്ഞതുപോലെ ഞാൻ യഥാർത്ഥത്തിൽ ശ്രീമതി AK രാജമ്മ അവർ വിളിച്ചിട്ട്, അമ്മ വിളിച്ച് ഞാനിവിടെ ഒരു പരിപാടിക്ക് വരുന്നത് ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത്. പക്ഷെ അതിനൊക്കെ വളരെ വളരെ മുമ്പ്, ഞാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത്, ഞാനന്ന് ഈ സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാലജന മലയാള മനോരമയുടെ കീഴിലുള്ള അഖില കേരള ബാലജനസഖ്യം. അതിൻ്റെ ഒരു ക്യാമ്പിൽ ഞാനന്ന് ബാലജനസഖ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഇവിടെ വന്നത്, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രീ ബാലേന്ദ്രനുമായി ആ പഴയ ഓർമ്മ ഞാൻ പങ്കുവയ്ക്കുകയായി. അന്ന് ശ്രീ മാമൻ പന്തളം ഗാന്ധി പ്രവർത്തകനും ഖാദി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനുമായിരുന്ന ശ്രീ മാമൻ പന്തളമാണ് ഇവിടെ അന്നും ഈ അമ്മയെ പരിചയപ്പെടാൻ അവസരം ഉണ്ടായി. മന്ത്രിയായിരുന്ന അവസരത്തിൽ ഇവിടെ വരുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ എൻ്റെ ഇനി എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുമെന്നറിയില്ല, നിങ്ങളെപ്പോലുള്ള ആളുകൾ സാമൂഹ്യ സേവനത്തിലും പൊതുപ്രവർത്തനത്തിലും താല്പര്യമുള്ളവർ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം, ഇതിൻ്റെ ഉത്കർഷയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലുള്ള ആളുകൾ സഹകരിക്കണമെന്നൊക്കെ അന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. എന്തായാലും ഇവിടെ അവർ സ്ഥാപിച്ച ഈ സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയത് തീർച്ചയായിട്ടും ഒരു മഹാനായ ഒരു വ്യക്തിയുടെ ഓർമ്മ, അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെതായിട്ടുള്ള സ്മാരകമായിട്ടുള്ള ഈ സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായി നിങ്ങൾക്ക് കണക്കാക്കാം. ശ്രീ ബാലേന്ദ്രൻ പറഞ്ഞതുപോലെ ഈ സ്കൂള് ഒരു ഒന്നാം തരം ഏറ്റവും മികച്ച ഒരു വിദ്യാലയമാക്കി മാറ്റാനുള്ള ആഗ്രഹമാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചത്. 2 or 3 ക്ലാസ്സുകളെ ഇപ്പോൾ നടക്കുന്നുള്ളൂ. ഈ പ്രദേശത്ത് ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനമാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹകരണവും ഞാനും അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളോട് വളരെ വൈകിയ സന്ദർഭത്തിൽ ഇനിയൊരു പ്രസംഗം നടത്തുന്നത് നിങ്ങളോട് കാണിക്കുന്ന അന്യായവും ക്രൂരതയുമായിരിക്കും. അത് പ്രസംഗിക്കാതിരിക്കാനാണ് നിങ്ങൾ ഈ കൈയടിച്ചതെന്ന് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. നിങ്ങളൊക്കെ പോകാൻ സമയമായി. എന്തായാലും ഇനിയും ഇവിടെ വരാൻ, നിങ്ങളെ കാണാനൊക്കെ അവസരം ഉണ്ടാവും എന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾക്കെല്ലാവർക്കും ശോഭനമായ ഭാവി ആശംസിച്ചുകൊണ്ട് ഈ സമാധി ദിനാചരണ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും അഭിവാദനങ്ങൾ. ഞങ്ങളെല്ലാം പ്രസംഗം അവസാനം പറഞ്ഞത് ഞാനും ആവർത്തിക്കുന്നു. ജയ് ജഗത്. എല്ലാവർക്കും നമസ്കാരം.
അടുത്തതായി സ്കൂൾ സബ് ജില്ലാ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം ആണ്. അതിനായി ശ്രീ MM ഹസൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി സ്റ്റേറ്റ് ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഏഞ്ചൽ ജോസ് ഹാൻഡ്ബോൾ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. സനോഫർ ബാഡ്മിൻ്റൺ ഗോൾഡ് മെഡൽ. ആകാശ് എസ് സ്റ്റാൻഡിംഗ് ജംപ് സിൽവർ മെഡൽ. അടുത്തതായി കലോത്സവത്തിൽ ഓട്ടം തുള്ളൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ പ്രണവ് D ജില്ലാതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. യോഗത്തിന് ആശംസ അർപ്പിക്കുവാനായി വിനോബ നികേതൻ അഡ്വൈസറി കൗൺസിൽ സെക്രട്ടറി ശ്രീ KJ ബാബുരാജ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാനൊരു ദീർഘമായ ആശംസാ പ്രസംഗത്തിന് മുതിരുന്നില്ല. എനിക്ക് മുമ്പേ പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 3:30 തിരിച്ച് വീടുകളിലേക്ക് പോകേണ്ടതാണെന്ന് എനിക്കറിയാം. ഈ യോഗത്തിന് ആദ്യമായി എല്ലാ ആശംസകളും നേരുകയാണ്. അതുകൂടാതെ ഈ സ്ഥാപനവുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുള്ള ഒരാളെന്ന രീതിയിൽ പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിനും വിനോബജിയുമായിട്ടും പരിവ്രാജിക രാജമ്മ അമ്മയുമായിട്ടുമുള്ള ദീർഘകാലത്തെ ഒരു ബന്ധമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളെന്ന രീതിയിൽ ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുവാനായി അടുത്തതായി BSSൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ മാഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, മഹാനായ വിനോബജിയുടെ പേരിൽ മഹതിയായ അമ്മ സ്ഥാപിച്ച ഈ വിദ്യാലയത്തിലെ പഠിക്കാൻ അനുഗ്രഹം കിട്ടിയ അനുഗ്രഹീതരായ കുഞ്ഞുങ്ങളെ, ഇവിടെ പ്രവർത്തിക്കാൻ അനുഗ്രഹം കിട്ടിയിട്ടുള്ള വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും ആദ്യമായി എൻ്റെ നമസ്കാരം. ഭാരതീയ സമാജിൻ്റെ മേഖലയിൽ കൂടിയാണ് ഞാനിവിടെ വന്നതെന്നുള്ളത് എനിക്കറിയാം. നമുക്കറിയാം ഇവിടെ ധാരാളം ഇൻഫ്രാസ്ട്രക്ചർ, ഞാനിവിടെ വന്നതിന് ശേഷം ഈ പുരയിടം മൊത്തം ഒന്ന് നോക്കിക്കാണുകയായിരുന്നു. ധാരാളം ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളൊരു പുരയിടമാണ് അമ്മ ഇവിടെ നമുക്കായി ഒരുക്കിയിട്ടിട്ടുള്ളത്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് ഭാരതീയ സമാജിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ സ്കൂൾ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സ്കൂളാണ്. ഈ പേരിലൊരു സ്കൂൾ വേറെ കാണുകയില്ല. ആചാര്യ വിനോബ ഭാവയെ പറ്റിയും അമ്മയെ പറ്റിയും പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കതെല്ലാം എനിക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ നമുക്ക് ഏതെല്ലാം തലത്തിൽ ഉയർത്താൻ പറ്റുമോ അതിന് വേണ്ടുന്ന എല്ലാ തലത്തിലും നമുക്കിത് ഉയർത്താൻ പറ്റണം. ഇപ്പോഴത്തെ ഭരണസമിതി നമുക്കറിയാം, ധാരാളം കഴിവുകളുള്ള വ്യക്തിത്വങ്ങളാണ് ഭരണസമിതിയിൽ ഉള്ളത്. അതിൻ്റെ ചെയർമാൻ തന്നെ ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാൻ, അദ്ദേഹം കൈവച്ചിട്ടുള്ളതെല്ലാം തന്നെ പൊന്നാക്കി മാറ്റുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണവും ആശയങ്ങളും അതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും നമ്മൾ ഏറ്റെടുത്ത് ഈ സ്ഥാപനത്തിലുള്ളവർ അത് ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ സ്ഥാപനം ഏറ്റവും നന്നായി, ഒരുപക്ഷെ അമ്മ വിഭാവനം ചെയ്തതിനേക്കാളും ഉപരിയായി തന്നെ ഈ സ്ഥാപനം കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഭാരതീയ സമാജിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം തൊഴിൽ പരിശീലനങ്ങൾ നടത്തി വരുന്ന സ്ഥാപനമാണ്. ഇവിടെ ധാരാളം ക്യാമ്പസ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ഗവൺമെൻറ് അംഗീകൃത കോഴ്സുകൾ പോലും ഭാരതീയ സമാജിനുണ്ട്.
അങ്ങനെ NSTC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് നടത്തിയ ഒരു അംഗീകാരമുള്ള സ്ഥാപനമാക്കി ഇതിനെ ഉയർത്താൻ നമുക്ക് പറ്റും. അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്കും തോന്നി. ഈ സ്ഥാപനത്തിനും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ഇവിടുത്തെ പ്രവർത്തകർക്കും എല്ലാം തന്നെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. നമുക്കൊന്നിച്ച് കൈകോർത്ത് ഈ സ്ഥാപനം ഒരു നല്ല നിലയിലാക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം. പോകയാം ഞങ്ങൾ എന്ന ഗാനം നിങ്ങളോടൊപ്പം നിങ്ങൾ ഏറ്റു ചൊല്ലാൻ വേണ്ടി സാറ് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പാടും, നിങ്ങൾ കൂടെ പാടും. ഓക്കെ അല്ലേ? പോകയാം ഞങ്ങൾ, പോകയാം ഞങ്ങൾ, ലോകശാന്തി വളർത്തുവാൻ. പോകയാം ഞങ്ങൾ ലോകസേവന ദീപനാളമുയർത്തുവാൻ. സത്യഭാവന പൂവിടർത്തിയ ബുദ്ധദേവന്റെ മാർഗത്തിൽ ഗാന്ധിയും ശ്രീ വിനോബയും തീർത്ത ശാന്തി തൻ യുഗവിധിയിൽ സർവസാഹോദര്യത്തിനായി നബി ഭവ്യമാക്കിയ പാതയിൽ ഗാന്ധിയും ശ്രീ വിനോബയും തീർത്ത ശാന്തി തൻ യുഗവിധിയിൽ പാർട്ടി ജാതി മതങ്ങൾ നിർമ്മിക്കും കോട്ടകൾക്കുമതീതമായി വിശ്വസൗഹൃദം വീണമീട്ടുമീ ശബ്ദവൈഖരി ജയ് ജഗ ശബ്ദവൈഖരി ജയ് ജഗ ശബ്ദവൈഖരി ജയ് ജഗ. ജയ് ജഗത്. ഇത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണ്. അത് എഴുതിയത് അമ്മയുടെ സഹോദരനാണ്, ഡോക്ടർ A. സ്വരാജ്. നന്ദി. യോഗം അവസാനിക്കുകയാണ്. കൃതജ്ഞത അർപ്പിക്കുവാനായി ശ്രീ ബലവീര ഹരിയെ ക്ഷണിച്ചുകൊള്ളു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ഈശ്വരാംശങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈശ്വരാംശങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം കൊച്ചു ഈശ്വരന്മാരാണ്, മുതിർന്നവർ വലിയ ഈശ്വരന്മാരും. വിദ്യാലയം ഒരു ദേവാലയവും, ഏറ്റവും വലിയ ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളാണ്. അത് മനസ്സിലാക്കിയാണ് 1957 ആചാര്യ വിനോബ ഭാവെ ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്കൂളിന് തറക്കല്ലിട്ടതും ആ സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്നതും. അത്തരത്തിലൊരു മഹാനുഭാവൻ ശിലാസ്ഥാപനം ചെയ്ത സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾ ഏവരും ഈ ദിവസം എന്നും ഓർമ്മിക്കേണ്ടതാണ്. നിങ്ങളതിൽ അഭിമാനം കൊള്ളേണ്ടതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുട്ടികൾക്ക് വീടുകളിൽ പോകാൻ ഒരുപാട് സമയമായി. 2 മണിക്ക് നമ്മുടെ പ്രോഗ്രാം വെച്ചിരുന്നതാണ്. അതിൽ താമസം നേരിട്ടതിൽ ഖേദിക്കുന്നു, ക്ഷമാപണം നടത്തുന്നു. ആദ്യമായി
എന്നെ കൃതജ്ഞത ആണ് എൻ്റെ ഒരു കർത്തവ്യം. നമ്മുടെ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ഈ വിനോബ സ്കൂളിൻ്റെ മാനേജർ ശ്രീ രാമഹരിക്ക് സ്കൂളിൻ്റെയും വിനോബ നികേതനത്തിൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന വിനോബ നികേതനത്തിൻ്റെ നിലവിലെ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു രാജേന്ദ്രൻ അവർക്ക് വിനോബ നികേതനത്തിൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ വിനോബ നികേതനത്തിൻ്റെ അഡ്വൈസറി കൗൺസിൽ ചെയർമാനും ദേശീയ BSSൻ്റെ ദേശീയ ചെയർമാനുമായ ശ്രീ BS ബാലചന്ദ്രൻ സാറിനും വിനോബ നികേതനത്തിൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ച മുൻ മന്ത്രിയും അമ്മയ്ക്കും പരിചയമുള്ള ശ്രീ MM ഹസൻ സാറിന് വിനോബ നികേതനത്തിൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി സജി ടീച്ചർക്ക് വിനോബ നികേതനത്തിൻ്റെയും സ്കൂളിൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസകൾ അറിയിച്ച ശ്രീ KG ബാബുരാജ് സാർ, അഡ്വൈസറി കൗൺസിൽ അംഗം വിനോബ നികേതനത്തിൻ്റെ സെക്രട്ടറിയാണ്. ശ്രീമതി ജയ ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി ഭാരത് സേവക് സമാജ് എന്നിവർക്കും എൻ്റെ പേരിലും വിനോബ നികേതനത്തിൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി. ദേശീയഗാനം ഒരുമിച്ചൊന്ന് പാടിയാലോ? जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मागे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे, जय जगत।